ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 10 പീസ് മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മീനിലേക്ക് നമുക്കൊന്ന് മസാല പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മല്ലിയും മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ളത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെറും കാശ്മീരി മുളക് മാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് കാശ്മീരി മുളകോ നിങ്ങൾക്ക് ഏത് മുളകാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. നമ്മൾ ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ മീനിന് അധികം കളർ വേണ്ടാത്തത് കൊണ്ടാണ് 2 മുളകും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മസാല തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീൻ ഫുള്ളായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി മീനിൽ മസാല പിടിക്കാനായിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മീനൊന്ന് ചൂടായ എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മീനിൻ്റെ 2 ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മീൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള പകുതി വഴന്ന് വന്നാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 5 പച്ചമുളക്, 1.5 ഉണ്ട വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ തക്കാളി ഉള്ളി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള വറുത്തതും കുറച്ച് പുതിനയിലും മല്ലിയിലും അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെ മേലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. ഇനി മീനിൻ്റെ മേലിലേക്കും കുറച്ച് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലെടുത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീനിന് മസാലേൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ മീനിൽ പിടിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി വിതറി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ മസാലയിൽ നിന്ന് കോരി മാറ്റാം. ഇനി മസാലയിലേക്ക് കുറച്ചും കൂടി ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചോറ് ദമ്മിടാം. ചോറ് ഞാൻ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ചോറ് ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. ചോറിൻ്റെ മേലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ചോറ് ദമ്മിടുന്ന സമയത്ത് നമ്മൾ മീൻ വെച്ച് കൊടുക്കുന്നില്ല. നമ്മൾ ലാസ്റ്റ് ദമ്മിട്ടതിന് ശേഷം മീൻ ചോറിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചോറ് ലാസ്റ്റ് വിളമ്പുന്ന സമയത്ത് നമുക്ക് മീൻ പൊടിഞ്ഞു പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ മസാലയിൽ മീനിട്ടിട്ടൊന്ന് വേവിച്ചതുകൊണ്ട് മീനിൽ ആ മസാലൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് ചോറിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും മല്ലിയിൽ പുതിനയില അരിഞ്ഞതും കുറച്ച് സവാള വറുത്തതും അതിനുശേഷം അതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ടെടുക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.